ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു തോരനാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അതെങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തന്നെയാണിത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മുരിങ്ങക്കായ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പില്ലാത്ത മുരിങ്ങക്കായാണ്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൺചട്ടിയിലാകുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളും കൂടുതലുണ്ടാവുമല്ലോ. പിന്നെ അത്യാവശ്യം മൂപ്പില്ലാത്ത മുരിങ്ങക്കായ കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യുമിൻ സീഡ്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് അരഞ്ഞു പോകണ്ട. നമ്മൾ കറിക്ക് അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കണ്ട. ജസ്റ്റ് നിങ്ങൾ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് അരഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ചെടുക്കണ്ട, ജസ്റ്റ് നിങ്ങൾ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റ സ്പീഡിൽ മാത്രം ഒന്ന് ജസ്റ്റ് നിങ്ങൾ കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് ഉള്ളിയുടെ കഷ്ണങ്ങളൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് കഴിയും കേട്ടോ. ആ ഒരു പാകത്തിന് മാത്രം മതി. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഈ സമയത്ത് നമ്മളെ മുരിങ്ങക്കായൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ച് നോക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അടച്ച് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അടച്ച് വെക്കാതെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണേ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം വേണം. ഈ വെള്ളത്തിലാണ് നമ്മൾ ഈ അരപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഈ ചട്ടിയിൽ തന്നെയാണ് ഞാനത് അരപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറവിടുന്ന സമയത്ത് അതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ ഇതിലേക്ക് പിടിക്കുകയും ചെയ്യുമല്ലോ അരപ്പിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് മുരിങ്ങക്കായും മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അരപ്പൊന്നിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അമർത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് അടച്ച് വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും കേട്ടോ. ഏറ്റവും തീ കുറച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ 30 സെക്കൻഡിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കായുടെ എല്ലാ ഭാഗത്തേക്കും ഈ അരപ്പൊന്ന് എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഹറിബറി ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കരുത്. ഞാനിതൊന്ന് വീഡിയോ സ്പീഡിലാക്കി കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് അടച്ച് വെക്കുന്നുണ്ട്. ഒരൊറ്റ മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെക്കാം. അരപ്പൊക്കെ നല്ല രീതിയിൽ ഈ മുരിങ്ങക്കായയിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുറന്നു കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. വറവിടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തോരനിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ സെറ്റായി കിട്ടിക്കോളൂ കേട്ടോ. നമ്മൾ ഈ വറവൊക്കെ നമ്മൾ ഈ ഒരു തോരനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ഫ്ലേവറോട് കൂടി സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ മുരിങ്ങക്കായൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണിത്.
അപ്പോൾ ഞാൻ വാഴേൻ്റെ ഇലയിൽ സെർവ് ചെയ്യുന്ന കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴേൻ്റെ ഇലയിലൊക്കെ ചോറ് കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ റെസിപ്പിയും കൂടി ഉണ്ടെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കണ്ടതിന് ശേഷം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്